മെയ് 31 ശനിയാഴ്ച, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ. ലൂക്ക 1:39 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്നത്തെ വായനയിൽ ഗർഭിണികളും അനുഗ്രഹീതരുമായ 2 സ്ത്രീകളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാം കേൾക്കുന്നു. മറിയം ഗർഭപാത്രത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് തൻ്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുന്നു. എലിസബത്ത് 6 മാസം ഗർഭിണിയായിരുന്നു. രണ്ടാമത്തേത് ആദ്യത്തേതിനെ കണ്ടയുടനെ അവരുടെ ഉള്ളിലെ മനുഷ്യരും അല്ലെങ്കിൽ ശിശുക്കളും കണ്ടുമുട്ടുകയും അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. എലിസബത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. തൻ്റെ ഭാഗത്ത് മറിയം തൻ്റെ പ്രശസ്തമായ സ്തോത്രഗാനം ആലപിച്ചു. അവിടെ അവൾ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെയും പ്രത്യേകിച്ച് എളിയവരോടുള്ള കരുണയെയും പ്രശംസിച്ചു. സുവിശേഷത്തിലെ മറിയത്തിൻ്റെ യാത്രയെ തിടുക്കത്തിൽ ആയിരുന്നു എന്ന് വിവരിക്കുന്നു. ലൂക്കായുടെ ഈ ഭാഗം ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് മംഗളവാർത്ത പ്രഖ്യാപിച്ച ഉടനെ പിന്തുടരുന്നുവെന്ന് നമുക്ക് കാണാം. കാരണം അവൾ തിടുക്കത്തിലായിരുന്നു. വാർദ്ധക്യത്തിൽ എലിസബത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചതിൻ്റെ അത്ഭുതം കാണാനും സ്വന്തം ഗർഭധാരണത്തെക്കുറിച്ച് അവളോട് പറയാനും മറിയം വളരെ ആവേശഭരിതയായിരുന്നു. മിക്കവാറും എലിസബത്തിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് അവൾക്ക് വേണ്ട സഹായം നൽകാൻ അവൾ അവളുടെ അടുക്കലായിരിക്കാൻ ആഗ്രഹിച്ചു. ഇന്നത്തെ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു പ്രധാന കാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ മറിയം തൻ്റെ കർത്താവിൻ്റെ അമ്മയാവുന്നുവെന്ന് എലിസബത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ശിഷ്യത്വം എന്താണെന്ന് മറിയം തൻ്റെ സ്തോത്രഗാനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒന്നാമതായി, ഒരു ശിഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയും അവൻ്റെ മഹത്തായ രക്ഷാപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനും ധനികരും ശക്തരും അവരുടെ ശക്തി ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എളിയ ദാസൻ അല്ലെങ്കിൽ ദാസിയാണ് അവൻ അല്ലെങ്കിൽ അവൾ. മൂന്നാമതായി, ദൈവം പരിശുദ്ധനാണെന്നും അതിനാൽ നാമും വിശുദ്ധരായിരിക്കണമെന്നും അവർ തിരിച്ചറിയുന്നു. നാലാമതായി, ഏറ്റവും ശക്തനായ ഭൂമിയിലെ ഭരണാധികാരിയേക്കാൾ ദൈവം ശക്തനാണെന്നും അവർ മനസ്സിലാക്കുന്നു. അവസാനമായി, ദൈവത്തിന് മാത്രമേ തൻ്റെ നീതിയുടെയും കരുണയുടെയും അതിരുകൾ അറിയൂ എന്നും അവൻ്റെ സമയത്ത് അവൻ തൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും അവർ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെ നാം നിസ്സാരമായി കാണുന്നുണ്ടോ? അതോ നമ്മുടെ കർത്താവായ യേശു ഒരു ചെറിയ ദുർബലമായ കുഞ്ഞായി ഭൂമിയിലേക്ക് വന്നതിൽ നാം അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടോ? യേശു ജനിച്ചത് ഒരു രാജകുടുംബത്തിൽ അംഗമായിട്ടല്ല, കർഷകരുടെ മകനായിട്ടാണ്. നമ്മിൽ ഒരാളാകാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. നമുക്കിടയിൽ നടക്കാനാണ് അവിടുന്ന് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് യേശു നമ്മുടെ അടുക്കൽ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം മിക്കവാറും അത്. യേശു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ യേശു ശാന്തമായും സമാധാനത്തോടെയും ഒരു സുഹൃത്തിൻ്റെ വേഷം ധരിച്ചോ അപരിചിതൻ്റെ സഹായഹസ്തവുമായിട്ടോ ആയിരിക്കാം നമ്മുടെ അടുക്കിലേക്ക് വരിക. അതുകൊണ്ട് ഈ ദിവസം മുഴുവൻ ഉണർന്നിരിക്കുക. നിങ്ങൾ പലതവണ ഇന്ന് യേശുവിനെ കണ്ടുമുട്ടിയേക്കാം. അതുപോലെ മറ്റുള്ളവർ നിങ്ങളിലൂടെ യേശുവിനെ കണ്ടുമുട്ടാനും ഇടവരട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.